സുഖമോ ദേവി. എല്ലാരും കൂടെ സംഘം ചേർന്ന് പുറത്താക്കാനും ചാടിക്കാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നതേ ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെയാ. അത് നീ മറക്കരുത്. മുരളി, നീ പറഞ്ഞിട്ട് വേണം എനിക്കത്. പറഞ്ഞിട്ട് നിനക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ ഗൗരി എന്ത് തെറ്റാ ചെയ്തേ? എന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതോ? അതിനു വേണ്ടി നാണം കെട്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു കഴിവ് കിട്ടവനായതുകൊണ്ടല്ലേ. പെണ്ണിന് ആശ കൊടുത്തിട്ട് അവളെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ പറ്റാത്തവൻ ആ പണിക്ക് നിൽക്കരുത്. മുരളി, എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ ഇങ്ങനെ പറയല്ലേ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോയതാ. ഇപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് ഞാൻ നടന്നിട്ട് എന്താടാ കാര്യം? ദൈവത്തിനല്ലാതെ ആർക്കും ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുക? അത് ശരി, ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് നീ മേലോട്ട് നോക്കി നിൽക്കാണോ? എടാ ഇതിന് നീയാ പരിഹാരം കാണേണ്ടത്. ഇതുവരെ നിന്റെ പെണ്ണും ഞാനും സഹിച്ചാ മതിയായിരുന്നു. ഇപ്പൊ അടുത്ത ആളും കൂടിയായി. എടാ എനിക്ക് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നീ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? ഞാൻ എന്താ വേണ്ടത് നീ പറ. ദേവി എന്താ അവിടെ കാട്ടിക്കൂട്ടുന്നെന്ന് നിനക്കറിയാലോ. കൂനിന്മേൽ കുരുന്ന് പറഞ്ഞ പോലെയാ. എന്റെ കല്യാണം മുടക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞും ഒരുമാതിരി വട്ടായ പോലെ അവള്. അവളോട് പഴയതുപോലെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവളിപ്പോ പഴയ ദേവിയല്ല. എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് വെച്ചാ ഇപ്പോഴത്തെ കണ്ടീഷനില് അവളെ വിശ്വസിക്കാനും പറ്റില്ല. അവളിപ്പോ അമ്മയുടെയും ഭാർഗവി ആന്റിയുടെ ആളാ. എന്തെങ്കിലും പദ്ധതി ഇട്ടാ ചിലപ്പോ അത് തിരിച്ചടിച്ചൊന്നും വരും. ദേവിക ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയോട് പൂർണ്ണമായിട്ട് ഇണങ്ങിയെന്നാ എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാ പറഞ്ഞ ഡേറ്റിൽ ഞാൻ നിന്റെ ഭാര്യയെ കല്യാണം കഴിക്കണമെന്നർത്ഥം അല്ലേ? പ്രത്യേകിച്ച് മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവളൊത്ത് ശിഷ്ടകാലം അങ്ങ് ജീവിക്കണം. ഇതുപോലെ അങ്ങ് നിന്നുകൊടുത്ത നിന്റെ മീരയുടെയും കല്യാണം അങ്ങ് നടക്കും. അതുറപ്പാ. ഒരു സംശയം, അപ്പൊ എന്റെ റോളെന്താ? എടാ നീ പറയടാ. നിനക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാ മതി, ഒന്ന് കേക്കാനാ. എന്റെ സ്ഥാനം എവിടെയാ? നിന്റെ ഭാര്യയുടെ കാവൽക്കാരനായിട്ട് മരണം വരെ ജീവിക്കണോ ഞാൻ? എല്ലാരും കൂടെ എന്നെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് എന്നെ മാത്രം ഓർത്ത് ജീവിക്കുന്ന എന്റെ പെണ്ണിനെ ഇറക്കി വിടാനാണോ ഞാൻ? എടാ അവൾക്ക് ഇനി വേറൊരു ജീവിതം ഇല്ലാന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൈവിട്ട പിന്നെ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ ശാപവും കൂടി മുരളിയുടെ തലയിലാവും. ഞാൻ മുങ്ങും. എനിക്കിനി ഇതിനൊന്നും നിന്നേരാൻ പറ്റില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. എടാ നീ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്താ ആകെ പ്രശ്നമാവും. ഇപ്പൊ പ്രശ്നമില്ലേ? നീ ദേവികയെ ചന്ദ്രോത്തേക്ക് വിളിച്ചോണ്ട് പോ. എന്നിട്ടേ ഞാൻ എന്റെ വീട്ടിലേക്ക് വരുന്നുള്ളൂ. എടാ ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ തനിച്ചാക്കിയിട്ട് നീ പോകരുത്. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. എടാ കൂടെ നിന്ന് എനിക്ക് നിൽക്കക്കളിയില്ലാതെയായി. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ദേവിക നിന്റെ കൂടെ വന്നാലേ ഞാൻ തിരിച്ചു വരൂ. എടാ ഇനി ഈ കാര്യം നമ്മൾ തമ്മിൽ സംസാരിക്കില്ല.
എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാ. നീ ജീവിച്ചിരുന്ന എന്റെ മുരളേട്ടനെ നീ തട്ടിയെടുക്കും. നീ ചാകുന്നതാ എല്ലാവർക്കും നല്ലത്. നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ? ഇല്ല. ഇവിടെ ഇങ്ങനെ നിൽക്കരുത്, അകത്തേക്ക് പോ. പൊയ്ക്കോളാം. കളം മാറ്റി ചവിട്ടുമല്ലേ? നാണുണ്ടോടി നിനക്ക്? നിന്റെ ഇവിടുത്തെ പ്രകടനം കണ്ടിട്ട് എനിക്ക് അറപ്പാ തോന്നുന്നത്. മനുഷ്യനായ ഇത്രയ്ക്ക് അതപ്പതിക്കരുത്. ഇതിലും ഭേദമേ പോയി ആത്മഹത്യ ചെയ്. അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിച്ചതാ ഞാൻ. നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് വേണ്ടാന്ന് വെക്കാം. പകരം നിന്റെ മുരളിയേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാം. എന്നെ സംബന്ധിച്ച് രണ്ടും ഒന്ന് തന്നെയാ. പക്ഷെ വേറെ വഴിയില്ല. അതെ, നിന്റെ അതിമോഹ. ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാന്ന് നീ കരുതണ്ട. മുരളേട്ടനെ എന്റെയാ. എന്റെ ജീവിതം തകർത്തിട്ട് നീ മുരളേട്ടന്റെ കൂടെ ജീവിക്കില്ല. നിന്നെ കൊന്നിട്ടായാലും ഗൗരി അതിന് സമ്മതിക്കില്ല. അത്രയ്ക്ക് ചുണയുണ്ടെങ്കിലേ ഞങ്ങളുടെ കല്യാണം മുടക്കാൻ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതിന് കഴിഞ്ഞ നിന്നെ ഞാൻ അംഗീകരിക്കാം. നീ പറയുന്നത് ഞാൻ അനുസരിക്കാം. വാചകം അടിക്കാനേ ആർക്കും പറ്റും. ഇറങ്ങി നോക്കുമ്പോഴേ പൊള്ളും. തടി വെടക്കാക്കാതെ വീട് പറ്റാൻ നോക്കടി. എന്താ നിന്റെ പ്ലാൻ? എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് ഈ കളത്തിൽ ഇറക്കിയത് നിന്റെ കളിയാണോ? എന്താ നിന്റെ ഉദ്ദേശം? പറയ്, എനിക്കത് അറിയണം. എന്തായാലും വേഷം കിട്ടിയില്ലേ, ആടി തീർക്ക്. എന്റെ ലക്ഷ്യം എന്തായിരുന്നെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും.
കിടക്കുന്നില്ലേ? നിനക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാൻ വയ്യേ? സമയം എന്തായെന്നറിയോ? സമയം എല്ലാവർക്കും ഒരുപോലെയാ. പാസ്വേഡിന് എന്താ ഉറങ്ങാത്ത? എനിക്ക് ഉറക്കം വരുന്നില്ല വാസുവേട്ട. വെറുതെ കിടന്നിട്ട് എന്താ കാര്യം? നീ രാത്രി മുഴുവൻ ഇങ്ങനെ ഉറങ്ങാതിരുന്നു എന്ന് വെച്ച് ഞാൻ പോയി നാളെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും സ്വപ്നം കാണണ്ട. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു വാശി? അവർക്ക് അവളെ സ്വീകരിക്കാൻ പറ്റില്ല. എല്ലാ പ്രതീക്ഷയും ഇല്ലാതായ തിരിച്ചു പോകാൻ ഒരു ഇടമില്ലെന്ന് കണ്ട എന്റെ മോള് ചിലപ്പോ അവൾ അവിടെ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വാസുദേവൻ കാണാൻ പോവില്ല. ആരാണത്? ആരാ? അയ്യോ, ആരാ ഇത്? എന്നെ വിട്. ഹലോ, ഒരു ഓട്ടം പോവോ? എടോ തന്നോടാ ചോദിച്ചേ, ഓട്ടം പോവോ? ഇല്ല. എന്താ പോയാലേ? എന്താ പറഞ്ഞ? അല്ല, ഓട്ടം പോവോന്ന്. ഇല്ല, പോകുന്നില്ല. ഓ, പോകുന്നില്ലെങ്കിൽ വേണ്ട, പിന്നെ എന്തിനാ പേടിപ്പിക്കുന്നേ? ചേട്ടാ, ഒരു ചായ. ആ, ഉറുമി, എനിക്കും കൂടി ഒരു ചായ. ഒന്നങ്ങ് കൽപ്പിക്കുകയാണല്ലോ, കൊടുക്കണ്ടേ ചേച്ചി? മിണ്ടാരടി. ഉറുമിയുടെ കോഴ്സൊക്കെ കഴിഞ്ഞോ? ഇല്ല. നല്ല ചായ. ആഹാ, ചായയൊക്കെ കൊടുത്ത് സൽക്കരിച്ചങ്ങ് ഇരുത്തിയിരിക്കാണോ? ആരോട് ചോദിച്ചിട്ടാടി നീ ഇവക്ക് ചായ കൊടുത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ഇവക്ക് ചായ കൊടുക്കാൻ ആരാ പറഞ്ഞെന്ന്? എല്ലാരും ചായ കുടിക്കുന്ന സമയല്ലേ എടുത്തി? ചേച്ചി വേണോന്ന് പറഞ്ഞപ്പോ കൊടുത്തു. ആരോടും ചോദിച്ചില്ല. ഇവളാരാ ഇവിടുത്തെ? നിന്റെ ഫ്രണ്ടാണോ ഇവള്? അല്ല. ഒരു വീട്ടിലേക്ക് വിരുന്ന് വരണമെങ്കിലേ മിനിമം ഒരാളായിട്ടെങ്കിലും അടുപ്പം വേണം. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്ത് വന്ന് തിന്നും കുടിച്ചും കഴിയാന്ന് അത്യാവശ്യം നാണമുള്ളവർ കരുതില്ല.
ഒരു ജന്മം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര ബന്ധമേ ഈ വീട്ടിൽ ഒരാളോട് ഉള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ബന്ധം അയാളത് ആരോട് പറയുന്നില്ലല്ലോ. അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നിക്കാണും. എന്നെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. നീ പറഞ്ഞ ആളിന്റെ ഭാര്യയാ ഞാൻ. അയാളുമായി ബന്ധപ്പെട്ട ഒന്നും നീയുമായിട്ട് ഷെയർ ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. നീ ഇപ്പൊ കുടിക്കുന്ന ചായ പോലും മുരളിയേട്ടന്റെ അധ്വാനമാ. അത് നിന്നെ പോലെ ഒരു നാണം ഇല്ലാത്തവൾക്ക് വിളമ്പാനുള്ളതല്ല. ഏട്ടത്തി, ഒരു ചായയല്ലേ? ആരായാലും ശത്രു ആയാലും അന്നം കൊടുക്കാതിരിക്കുന്നത് പാപമാണെന്നാ ഞാൻ കേട്ടിരിക്കുന്ന. വിഷപ്പാമ്പിന് പാല് കൊടുക്കരുതെന്നും പഴഞ്ചൊല്ലുണ്ട്. ഇവള് നമ്മുടെ വീട്ടിലുള്ളവരെ മാനം കെടുത്താൻ വേണ്ടി വന്നു കയറിയവളാ. എന്നോട് ചോദിക്കാതെ ഇവക്ക് എന്തെങ്കിലും വെച്ച് നീട്ടിയാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഏട്ടത്തി ഒരുമിച്ച് കേട്ടില്ല. കണ്ടോടി, ഇവക്ക് കാര്യങ്ങളൊക്കെ അറിയാം. നീയേ തൽക്കാലം ജീവിക്കുന്ന വിശുദ്ധ ആവണ്ട. നീ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നേ? പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താണ് ഇവിടെ? ഏത് നേരം നമ്മെ തന്നെ കൊലവിളിയാണല്ലോ. എന്തുവാടി ഇവിടെ? എന്താ എന്താ നിനക്ക് പറ്റിയേ? ഗൗരിച്ച് ചോദിച്ചപ്പോ ഞാനൊരു ചായ കൊടുത്തു. അതിന് ഏട്ടത്തി പറയാൻ ചീത്തയൊന്നുമില്ല. ആണോ? നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്റെ ഈ ഏടത്തിയെ വീട്ടിലേക്ക് മതിലും ചാടി വന്നു കയറിയപ്പോ മുതല് പെറ്റി വളർത്തി എന്നെ വിട്ടേച്ചും അവളുടെ കൂടെ കൂടിയോളല്ലേ നീ അല്ലേ? ഏടത്തി ഏടത്തി എന്ന് വിളിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അവളുടെ പക്ഷം നിന്നതിന്റെ ഒക്കെ കൂലി കിട്ടിയില്ലേടി നിനക്ക്? അമ്മയ്ക്ക് സന്തോഷായി. അതുപോട്ടെ, ഇവൾക്ക് ചായയും ചോറും ചെറുകടിയൊക്കെ വിതരണം ചെയ്യാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോടി? ഇല്ല. നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനിവിടെ വെറുതെ നിന്നതാ. പിന്നെ എന്തിനാടി ഇവൾക്ക് കൊടുത്തത്? ഒരു ചായയല്ലേ അമ്മേ? ചോദിച്ചപ്പോ പിന്നെ ചോദിച്ചാലില്ലെങ്കിലും ആരും ഇവൾക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്. പറഞ്ഞു കേട്ടില്ലടി? ആ, മുരളേട്ടന്റെ അമ്മ ആളാകെ മാറിയല്ലോ. ഇതുവരെ എത്ര സ്നേഹമായിട്ടായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. ഒരു ചായ ചോദിച്ചതിന് ഇത്രയും ബഹളം ഉണ്ടാക്കിയ ഞാൻ പേടിച്ചു പോകുന്നു കരുതിയോ? ഇതിലും വലിയ കുഴപ്പങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നെ. 2 ദിവസം പട്ടിണി കിട്ടാ ഞാൻ തോറ്റ സ്ഥലം വിടുമെന്നൊന്നും വിചാരിക്കണ്ട. വാകേറിയ ദൈവം ഇര തരുമെന്നല്ലേ? ഫുഡിന്റെ കാര്യത്തിലെ അമ്മ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ സംഘടിപ്പിച്ചോളാം. എന്റെ ഭഗവാനെ, ഓ ഇവളെയാണല്ലോ ഈശ്വര എന്റെ മരുമകളാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഹോ, ഇവളെങ്ങാനും ഇവിടെ കെട്ടുകയറി വന്നിരുന്നെങ്കിലേ 1 മാസം തികയുന്നതിന് മുമ്പ് എന്നെ 4 ആക്കി മടക്കി കെട്ടിത്തൂക്കിയെന്നെ. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? ചേരും പടിയെ ചേരും. മുരളിയേട്ടനും കുടുംബത്തിനും ദേവിക ഒരു ദോഷവും ചെയ്യില്ല. ഓയ്യോ, ഈ പറയുന്ന ആളൊരു മാലാക കുഞ്ഞാണല്ലോ. നിന്റെ തൃപ്പാത എന്ന് ഈ വീട്ടിലേക്ക് എടുത്തു വെച്ചോ അന്ന് തുടങ്ങിയതാ അവിടുത്തെ ഏനക്കേട്. നീ അവനൊന്ന് വിളിച്ചടി, അവനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഞാൻ വിളിച്ചതാമ്മേ, കിട്ടുന്നില്ല. രാവിലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. ഇപ്പോഴും വിളിച്ചു നോക്കിയതാ. മുരളിയേട്ടന്റെ ഫോണിൽ കിട്ടില്ല. കിട്ടിയാ തന്നെ ദേ ഇവളുടെ ശല്യം കൊണ്ട് ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. പക്ഷെ വരുമ്പോ ഇവിടെ പല കാര്യത്തിനും തീരുമാനമാവും. എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട, എനിക്ക് ഒരു തിരക്കുമില്ല. ഇതെന്താ അമ്മ ഇങ്ങനെ? എന്തൊരു നാണക്കേടാ.
സ്കൂളിലൊക്കെ അറിഞ്ഞ പിന്നെ ഇനി അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. ഏട്ടത്തി, ഗൗരിയേച്ചി ഇനി ഇവിടുന്ന് പോയില്ലേ? നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ? ചേച്ചി അനിയത്തിയും കൂടെ സമയത്തിന് ചായയും ചോറും പിന്നെ വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അതൊക്കെ ഊട്ടിക്കൊടുക്ക. കിട്ടില്ലമ്മ ആ മുറി തന്നെ ഇരുന്നോളും.